ഓൺലൈൻ ഗെയിമിന് അടിമയായ സ്കൂൾ ഓഫീസ് ജീവനക്കാരനായ യുവാവ് ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചു. പത്തനാപുരം മൗണ്ട് താബോർ സ്കൂളിലെ ജീവനക്കാരൻ മലപ്പുറം പോത്തുകൽ സ്വദേശി ടോണി കെ തോമസ് ആണ് സ്വകാര്യ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചത്. ഓൺലൈൻ ഗെയിമിന് അടിമയായ സ്കൂൾ ഓഫീസ് ജീവനക്കാരൻ മലപ്പുറം പോത്തുങ്കൽ സ്വദേശി മുതുകുളം ഈട്ടിക്കൽ ഹൗസിൽ ടോണി കെ തോമസ് ആണ് സ്വകാര്യ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചത്. രാവിലെ ടോണി എത്തിയാണ് പതിവായി സ്കൂൾ തുറന്നിരുന്നത്. എന്നാൽ സമയം കഴിഞ്ഞിട്ടും സ്കൂളിന്റെ പ്രധാന കവാടം അടച്ചിട്ടിരിക്കുന്നത് കണ്ട് മറ്റ് ജീവനക്കാർ ടോണിയെ ഫോണിൽ ബന്ധപ്പെട്ടു. എന്നാൽ ഫോണിൽ ഇയാളെ കിട്ടിയില്ല. തുടർന്ന് സഹപ്രവർത്തകർ ടോണി താമസിക്കുന്ന ടൗണിലെ ഫ്ളാറ്റിൽ എത്തി നോക്കിയപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ഫ്ളാറ്റ് ഉടമയിൽ നിന്നും മറ്റൊരു താക്കോൽ വാങ്ങി മുറി തുറന്നപ്പോഴാണ് ടോണി മുറിയിൽ തൂങ്ങി നിൽക്കുന്നതായി കണ്ടത്. 2 വർഷമായി ടോണി ഓൺലൈൻ ഗെയിമിന് അടിമയായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. എനിക്ക് അപ്പൻ മരിച്ചതിന് വർഷമായപ്പോഴത്തേക്ക് ഏതൊരു കൂട്ടുകാരൻ പറഞ്ഞു പൈസ ജോലിയിലേക്ക് സമയമാണ്ട് പൈസ ഇല്ലാത്ത പുള്ളി ആരോ കൂട്ടുകാരുണ്ട് മൊബൈലിൽ ഗെയിമുണ്ട് പൈസ കളിച്ചപ്പെട്ടെന്ന് പറഞ്ഞപ്പം ഇപ്പം ഞങ്ങളെ പേപ്പർ എഴുതിക്കുന്നുണ്ട്. ആദ്യം ഗെയിം കളിച്ചപ്പോൾ 4500 രൂപ കിട്ടിയിരുന്നു. പിന്നെ പുള്ളിയെ ഗെയിമിന് അഡിക്റ്റായി. പിന്നെ വീട്ടുകാരിൽ നിന്നെല്ലാം പൈസ ഒക്കെ മേടിച്ചു. വീട്ടുകാരിൽ നിന്ന് എല്ലാവരെയും പൈസ ഒക്കെ മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ സ്കൂളിൽ ജോലിക്ക് കയറിയ സമയത്ത് ഇവിടെയുള്ള ടീച്ചർമാരോടൊക്കെ പൈസ ചോദിച്ചു. എല്ലാവരും അറിഞ്ഞു. വീട്ടുകാരറിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് അവൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഞങ്ങളിവിടെ വന്നു. പുള്ളി അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൗൺസിലിംഗ് കൊടുത്തപ്പോൾ എല്ലാം 3 മാസത്തോളം പുള്ളി ലീവിലായിരുന്നു. അത് കഴിഞ്ഞൊരു ഒരാഴ്ചയോളം പുള്ളി വീണ്ടും ജോലി കയറിയിട്ട് 6 മാസം മുമ്പ് വീട്ടുകാരിടപെട്ട് ടോണിക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു. ഓൺലൈൻ കളിക്കാതിരിക്കാൻ ടോണി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൻഡ്രോയിഡ് ഫോൺ വീട്ടുകാർ വാങ്ങിവെച്ച് ചെറിയ ഫോൺ നൽകിയാണ് കഴിഞ്ഞ തവണ വീട്ടിൽ നിന്നും മടങ്ങിയപ്പോൾ ടോണിയെ വിട്ടത്. എന്നാൽ പത്തനാപുരത്തെത്തിയ ശേഷം സുഹൃത്തുക്കളിൽ നിന്നും പണം കടം വാങ്ങി ടോണി പുതിയ ഫോൺ വാങ്ങി വീണ്ടും ഗെയിം കളി ആരംഭിച്ചു. അന്നേരം വീട്ടിൽ നിന്നൊരു ചെറിയ ഫോണാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അവന് ഇവിടെ വന്നിട്ട് ആരോണ്ടാവും കടം മേടിച്ചിട്ട് വീണ്ടും ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട്. വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയായിരുന്നു. അതിനവനെ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് വന്നായിരുന്നു. മാമോദിസയ്ക്ക് കൂടി അന്നുമായിട്ട് ഇവിടെ തിരിച്ചു വന്നു. ഇന്നലെ വൈകിട്ട് ഞങ്ങളെല്ലാം വിളിച്ചായിരുന്നു. അപ്പം വയനാട്ടിൽ ഒരു കല്യാണമുണ്ട്, ആ കല്യാണത്തിന് പോകണം. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെയായി ടോണി പണം കടം വാങ്ങിയാണ് ഓൺലൈൻ ഗെയിമിൽ പങ്കെടുത്തിരുന്നത്. ഓൺലൈൻ ഗെയിമിലൂടെ വലിയ സാമ്പത്തിക ബാധ്യത ടോണി ഉണ്ടാക്കിയതായും ബന്ധുക്കൾ പറഞ്ഞു. ഇതിൽ മനംനൊന്താകാം ആത്മഹത്യ എന്നാണ് കരുതുന്നത്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.